നത്തിങ്ങിൻ്റെ നത്തിങ് ഫോൺ 2 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 45,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നത്തിങ് ഫോൺ 2 എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അങ്ങനെ ഭയങ്കരമായിട്ട് എടുത്തു വരേണ്ട ഫീച്ചേഴ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ അത് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്ലിഫ് ഇൻ്റർഫേസ് എന്നുള്ള ഫീച്ചറാണ്. അതായത് ഫോണിൻ്റെ ബാക്കിൽ കുറേ LED ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കോൾ വരുമ്പം അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പം ഈ LED ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ചാർജ് ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു LED ലൈറ്റ് കത്തുന്നതായിരിക്കും. പിന്നെ ഇപ്രാവശ്യം ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ സപ്പോർട്ടും കൂടി ഇതിലോട്ട് വന്നിട്ടുണ്ട്. ഊബർ, സൊമാറ്റോ ഇതുപോലുള്ള ആപ്പുകളുടെ സപ്പോർട്ടും ഇപ്പം ഉണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 4700 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. 45,000 രൂപ പ്രൈസ് റേഞ്ചിൽ വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് വരുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമൊക്കെ തന്നെയാണ്. എന്നാലും നമ്മൾ എടുത്തു വരേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താത്തതിനുള്ള ഒരു കാരണം പല ഫോണുകളിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചർ ഇപ്പം വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബോക്സിൽ ചാർജർ കൊടുത്തിട്ടില്ല. അത് നമ്മൾ വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നില്ല. കാരണം പല ഫോണുകളിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫോണിൻ്റെ ബോക്സിൽ ചാർജറൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് കുറച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ബാക്കി തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. OLED പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ LTPO എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ 10-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. HDR10+ൻ്റെ സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1600 nits ആണ്. അപ്പം അത്യാവശ്യം നല്ലൊരു പീക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ നത്തിങ് ഫോൺ 2 വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 201.2 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.6 mm ആണ്. ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അലൂമിനിയം ഫ്രെയിമും വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. IP53 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഗ്രേ കളർ വേരിയൻറ്റും അതുപോലെ തന്നെ വൈറ്റ് കളർ വേരിയൻറ്റുമാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 45,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്നൊക്കെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ നല്ലൊരു പ്രോസസ്സറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റ് 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 12GB റാമും 512GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5ൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ വരുന്നില്ല. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 3 മൈക്രോ ഫോൺസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. Android 13 ബേസ് ആയിട്ടുള്ള നത്തിങ് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിൽ 3 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിലെ f1.88 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി IMX890യുടെ സെൻസറാണ്. ഇതിൽ OS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 45,000 രൂപ പ്രൈസ് റേഞ്ചിൽ സോണി IMX890യുടെ സെൻസർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സെൻസർ തന്നെയാണ്. പിന്നെ രണ്ടാമത് 50 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 114 ഡിഗ്രിയാണ്. പിന്നെ ഈ ഒരു സെൻസർ വെച്ചിട്ട് തന്നെ മാക്രോ ഫോട്ടോസും ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് സാംസങ് JN1ൻ്റെ സെൻസറാണ്. അപ്പോൾ 2 ക്യാമറയേ ഉള്ളൂ എന്നുണ്ടെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ല ക്യാമറ ഒക്കെ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാപിക്സലിൻ്റെ f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. ഇത് സോണി IMX615ൻ്റെ സെൻസറാണ്. അപ്പം ഇതൊക്കെയാണ് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ചാർജർ ഇല്ലാത്തത് ആ ഒരു ലിസ്റ്റിലൊക്കെ പറയാവുന്നതാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ബ്രാൻഡുകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ.
ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8 GB റാം വെർഷൻ്റെ വില വരുന്നത് 44,999 രൂപയാണ്. 12 GB റാം 256 GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 49,999 രൂപയാണ്. അതുപോലെ തന്നെ 12 GB റാം 512 GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 54,999 രൂപയാണ്. ജൂലൈ 21 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്സിസ് ബാങ്കിൻ്റെ അതുപോലെ തന്നെ HDFCയുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നത്തിങ് ഫോൺ 1 കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ലൊരു അപ്ഗ്രേഡ് വരുത്തിയിട്ടുണ്ട്. ക്യാമറയുടെ കാര്യത്തിൽ ബെറ്റർ ആയിട്ടുള്ള സോണി IMX890യുടെ ക്യാമറ സെൻസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററിയുടെ കാര്യത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പം നത്തിങ് ഫോൺ 1 കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ വിലയുടെ കാര്യത്തിലും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. വിലയിലും അത്യാവശ്യം നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 45,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ വരുന്ന ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാവുന്നതാണ്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറൊക്കെ തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സർ. പിന്നെ ക്യാമറ സെറ്റപ്പും വലിയ തിരക്കേടില്ലാത്ത നല്ല ക്യാമറ സെറ്റപ്പാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. നല്ലൊരു സെൻസറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററി സെറ്റപ്പും അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പാണ്. വയർലെസ് ചാർജിംഗ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ ഗ്ലിഫ് ഇന്റർഫേസ് പോലുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സുമായിട്ട് വരുന്ന അത്യാവശ്യം നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.